ഇപ്പൊ ഇടിച്ചാനെ. മാവേലി ഒരുപാട് കേട്ടിട്ടേ ഉള്ളു, കാണുന്ന ആദ്യമായിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഓണം വിഷ് ചെയ്യാനായിട്ട് വന്നതാണ് നിങ്ങളെ. നമുക്കൊരു സെൽഫി എടുത്താലോ? പിന്നെന്താ, സോഷ്യൽ മീഡിയയിൽ ഇന്ന് വൈറലാവും. ഞാനും വൈറലാവും. ചേർന്ന് നിക്കുന്നേ, കുറച്ചുകൂടി ഇങ്ങോട്ട് നിക്ക്. ഇങ്ങനെ ഇതാണ് ട്രെൻഡ്. അപ്പൊ ശരി, നമുക്ക് കാണാം. ഹാപ്പി ഓണം. സേഫ് ആയിട്ട് പോണം കേട്ടോ. സ്കൂട്ടറൊക്കെ സൂക്ഷിച്ച് വേണം ഓടിക്കാൻ. അപകടങ്ങളൊന്നും ഉണ്ടാവരുത്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ബൈ ബൈ. ഈ കാലഘട്ടത്തിലെ പിള്ളേരൊക്കെ എന്ത് നല്ല പിള്ളേര്, മിടുക്കികൾ, ചുണക്കുട്ടികൾ. പെൺപിള്ളേരായ ഇങ്ങനെയാവണം. ഈ കൊച്ചി ഇതിനിടയ്ക്ക് ഈ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇട്ടോ. ഇന്ന് ഞാൻ വൈറലാകും. വോയിസ് നോട്ടും ഉണ്ടല്ലോ. ഹലോ മാവേലി, അതെ വൈകുന്നേരം 4 മണിക്ക് പാലാരിവട്ടത്തൊരു 4 ലക്ഷം രൂപയായിട്ടൊക്കെ എത്തിയേക്കണേ. ഇല്ലെങ്കിലുണ്ടല്ലോ ഈ ഫോട്ടോ മോർഫ് ചെയ്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടും. ഇത്രയും നാളും ഉണ്ടാക്കിയ എല്ലാ പേരും നഷ്ടപ്പെടും. അതുകൊണ്ട് മറക്കണ്ട, വൈകുന്നേരം 4 മണി പാലാരിവട്ടത്ത് 4 ലക്ഷം രൂപ. ഓക്കേ? അയ്യോ, വലിച്ചു. ഇപ്പൊ നല്ലവളെന്ന് പറഞ്ഞ അങ്ങോട്ട് നാക്കകത്തിട്ടതേ ഉള്ളൂ. അതിനു മുമ്പേ തന്നു. കേരളത്തിന്റെ ഗതി ഇത് എങ്ങോട്ട് പോകുന്നത്? എവിടെ നോക്കിയാലും ഹണി ട്രാപ്പ്. എന്നെ പോലും വെറുതെ വിട്ടില്ലല്ലോ. ഭാര്യ വിളിച്ച് പറയാല്ല, അത് വേറെ എന്ത് ചെയ്യാ? ഹലോ, എന്ത് ചെയ്യണ്? പാതാളക്കിണറ്റിന്ന് വെള്ളം കോരുന്ന മിടുക്കി. പിന്നെ 10-250 വർഷമായിട്ട് ഉണ്ടായിക്കൊണ്ടുവന്ന പേരില്ലേ, അത് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് പോകും. അതുകൊണ്ട് മക്കളൊരു കാര്യം ചെയ്യും, ഒരു 4 ലക്ഷം രൂപ ഇങ്ങോട്ട് ഇട്ടുക. കൂടുതലൊന്നും ചോദിക്കണ്ട. വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ അത് മോർഫ് ചെയ്ത് നെറ്റി ഇടും കേട്ടാ. ശരി, വെച്ചോ. ഈശ്വരാ, എന്റെ കേരളം ഇത് എങ്ങോട്ട് പോകുന്നു? അപ്പൊ ഈ ഓണൊക്കെ വരല്ലേ ജിൻ ചേട്ടാ, ഈ ഓണത്തിന് മെയിനായിട്ട് സ്നേഹം സമൃദ്ധി ഒക്കെ അല്ലേ പറയാ. അപ്പൊ ഞാൻ അതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ സ്നേഹം, അതായത് ജിതിൻ ചേട്ടന്റെ പോയിന്റ് ഓഫ് വ്യൂവില് വാട്ട് ഈസ് ലവ് ടു യു? ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് ചോദിച്ചാൽ ഇവിടെ തന്നെ പോലും 16-കാരനാക്കുന്ന അസുരനെ പോലും പ്രണയിക്കാൻ പഠിപ്പിക്കുന്ന അതായിക്കൂടെ? ഇത് വല്ലവരും പറഞ്ഞതല്ലേ? ഇനി ചേട്ടന് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. നീ പറ. ഇല്ല, ചേട്ടൻ പറ. ചേട്ടനല്ലേ മൂത്തത്. മിലൻ പറ. ചേട്ടൻ പറഞ്ഞോ. നീ കുറച്ച് സമയം എടുക്കും, നീ പറ. ഓക്കെ, എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് പീസായിരിക്കണം. ഇപ്പം എൻ്റെ ലവ് എവിടെയാണോ അതെനിക്ക് സമാധാനം തരുന്നൊരു സ്ഥലമായിരിക്കണം ഞാനവിടെ എത്തിപ്പെടുമ്പോൾ. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ സെൽഫ്ലെസ് ആയിരിക്കണം. ഇപ്പോൾ ഞാനാണെങ്കിലും ഇപ്പോൾ റിലേഷൻ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ റിലേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ പല കാര്യത്തിൽ നോ പറയും. അത് പറ്റില്ല, എനിക്കിത് പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷെ ഗ്രാജുവലി ഇയാൾ എനിക്ക് അത്രയും കോമ്പാറ്റബിൾ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പോയിന്റ് നമ്മൾ പല കാര്യങ്ങളും വിടും. നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് ഓക്കെ 2 പേരുമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് സെൽഫ്ലെസ് ആയി തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പപ്സ് കഴിക്കാൻ പോയാൽ പോലും അതും കൂടെ ആൾക്കും കൂടെ ഒരെണ്ണം വാങ്ങിക്കൊണ്ട് വരിക, അത്രയും സെൽഫ്ലെസ് ആവും. ഇനിയിപ്പോൾ വേറൊരു ലെവലിൽ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അമ്മ സ്നേഹിക്കില്ലേ, അമ്മ മക്കളെ സ്നേഹിക്കില്ലേ, അത് ഭയങ്കര സെൽഫ്ലെസ്സാണ്. അതുപോലെ ഇപ്പം അമ്മ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിലും എനിക്കിഷ്ടപ്പെടാത്ത കറി എൻ്റെ അമ്മ ഉണ്ടാക്കില്ല. അമ്മയ്ക്ക് എത്ര ഇഷ്ടമാണെങ്കിലും അമ്മ ഉണ്ടാക്കില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടല്ല, പക്ഷെ അമ്മ അതങ്ങനെ ചെയ്യും. ഞാൻ പറയും അമ്മയ്ക്ക് ഉണ്ടാക്കിക്കോളാം, അമ്മ എടുത്ത് പറയും, പക്ഷെ അമ്മ ചെയ്യില്ല. അപ്പം ഇതുപോലൊരു പ്യുവർ ഫോം ഓഫ് ലവ് ഇല്ലേ, അതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ലവ്. ഈ പ്യുവർ ഫോം ഓഫ് ലവ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇപ്പം നീ അമ്മയുടെ സ്നേഹത്തെ പറ്റിയിട്ടൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു സെൽഫ്ലെസ് ലവ് അതാണ് നീ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെ ഒരു സെൽഫ്ലെസ് ലവ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പങ്കാളിയെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അതിപ്പോൾ ഒരു റിയലിസ്റ്റിക്കലി 98% ചാൻസ് കുറവ്. കാരണം ഞാൻ അങ്ങനത്തെ ആൾക്കാരെ വളരെ വളരെ റയറെന്ന് പറയാൻ പറ്റില്ല, ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാവുമായിരിക്കാം. ഇപ്പോൾ പണ്ട് നമ്മൾ ഈ ലൈല മജ്നുവിൻ്റെ കഥയൊക്കെ കേട്ടിട്ടില്ലേ, ഭയങ്കര പ്യുവർ ഫോം ഓഫ് ലവ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു എക്സാമ്പിളാണത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഫിലിം നോട്ട്ബുക്ക്, അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇറങ്ങിയ പാടാണ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് മൂവി. അത് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് നോവലിനെ ബേസ് ചെയ്തിട്ട്, നിക്കോളാസ് സ്പാർക്സിൻ്റെ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ട്. അത് ഭയങ്കര ഭയങ്കര ക്യൂട്ട് ആൻഡ് പ്യുവർ ലവ് ആണ് അതിൽ കാണിക്കുന്നത്.
അതുപോലെ തന്നെ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ അനാർക്കലി, ഇങ്ങനെ പല പല എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം ഞാനാണെങ്കിൽ ധീരയുടെ ഭയങ്കര ഫാനാണ്, ഭയങ്കര ഫാൻറ്റസി മൂവി, ഭയങ്കര. പക്ഷെ ഞാൻ അത്രയും ഫാനാണ്. അങ്ങനത്തെ ഒരു ഫോം ഓഫ് ലവ് അത് ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പം അതിൻ്റെ റൈറ്റർ ആയിക്കോട്ടെ, അതിന് ഐഡിയ പറഞ്ഞു കൊടുത്ത ആളായിക്കോട്ടെ, അവർ ഈ ഒരു ലെവലിൽ ചിന്തിക്കുന്നുണ്ട്. അങ്ങനത്തെ ഉള്ളവർക്ക് ഇത് ഇങ്ങനെ സ്നേഹിക്കാനും പറ്റുമായിരിക്കണം, ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഫാൻറ്റസൈസ് ചെയ്യും ഈ നമ്മുടെ സിനിമകളാവട്ടെ. അപ്പോൾ ആർട്ടിസ്റ്റിക് ഫോം ഓഫ് ലവിൽ, അതായത് സിനിമയാവട്ടെ, നോവൽ ആയിക്കോട്ടെ, ഇതെല്ലാം റിയാലിറ്റിയിൽ നിന്നുള്ളൊരു എസ്കേപ്പായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് അത് റിയലിസ്റ്റിക്കലി പറയുകയാണെങ്കിൽ ഇപ്പം നീ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, നീ പറഞ്ഞ 98% നടക്കാത്തൊരു കാര്യം ഒരു സിനിമ കാണുമ്പോഴത്തേക്കും നമുക്ക് ഓക്കെ ഇതെൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു. ലൈല മജ്നുവിന്റെ എക്സാമ്പിൾ ഞാൻ അതിന് ആദ്യം പറഞ്ഞു. ലൈല മജ്നുവിന്റെ കഥ പോലും നമ്മൾ ഒരു ലൈക്ക് അത് റിട്ടേൺ ആയിട്ടോ ഒക്കെ നമ്മൾ വായിക്കുമ്പോഴോ കാണുമ്പോഴോ ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ഒരു വ്യത്യാസമുണ്ട്. അത് നമ്മുടെ ഒരു ആർട്ട് ഫോമിലേക്ക് വരുന്ന സമയത്ത് അതിനെ കൂടുതൽ ഭംഗിയാക്കിയിട്ടായിരിക്കും നമ്മുടെ മുന്നിലേക്ക് വരിക. ഒരിക്കലും ജീവിതത്തിൽ നമ്മൾ കാണുന്ന പ്രണയം പോലെ അല്ല നോവലിലോ സിനിമയിലോ കാണുന്നത്, അല്ല, അത് വ്യത്യാസമാണ്. അപ്പോൾ എന്നെ പോലെ ഇങ്ങനെ ഇതിപ്പോ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അപ്പൊ അത്രയും ബ്യൂട്ടിഫൈ ചെയ്തിട്ട് ആ പ്രണയത്തിനെ പുറത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്യാൻ, ആ പ്രണയത്തിന് അത്രയും ബ്യൂട്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ചിന്താഗതി ഉള്ളവർ നമ്മുടെ ചുറ്റിലുണ്ട്. ഇവർക്ക് അങ്ങനെ പ്രണയിക്കാൻ പറ്റിക്കൂടെ എന്നതാണ്. പറ്റിക്കൂടെ എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. ഇല്ല, ഞാനിങ്ങനെയൊക്കെ എഴുതുന്ന ആളാണ്, ഞാൻ അങ്ങനെയൊക്കെ പ്രേമിക്കുന്ന ആളാണല്ലോ. അപ്പൊ നീ നേരത്തെ പറഞ്ഞ 2% പെടുന്ന ആളായിരിക്കാം പ്രണയം വരുന്ന സമയത്ത്. പക്ഷെ 98% ആൾക്കാരും നീ പറഞ്ഞ പോലെ അങ്ങനെ സെൽഫ്ലെസ് ആയിട്ട് ഉള്ള പ്രണയം ആഗ്രഹിക്കാൻ പറ്റില്ല. അത് റിയലിസ്റ്റിക് അല്ല. അപ്പോൾ പ്രണയം കുറച്ച് പ്രാക്ടിക്കലായിട്ട് തന്നെ കാണണം. അതിപ്പോൾ എനിക്ക് പ്രാക്ടിക്കലായിട്ട് കാണാൻ ആഗ്രഹമില്ല. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ലവ് കുറച്ച് ഫാൻറ്റസൈസ് ചെയ്ത് കാണാനാണ് എനിക്കിഷ്ടം. ഫാൻറ്റസി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഫാൻറ്റസി എന്ന് പറയുന്ന സമയത്ത് അതൊന്നും ഫാൻറ്റസി തന്നെ, റിയലിസ്റ്റിക് അല്ല. അപ്പം നിനക്കത് കഥ എഴുതാനോ സിനിമയിൽ കാണാനോ മാത്രമേ കൊള്ളത്തുള്ളൂ. നമ്മളിപ്പോൾ പറയുന്നത് റിയൽ ലൈഫിൽ നടക്കേണ്ട പ്രണയത്തെ പറ്റിയിട്ടാണെങ്കിൽ, റിയൽ ലൈഫിൽ ഞാൻ പറഞ്ഞ 2% ഉണ്ടല്ലോ, അതിനുവേണ്ടി എനിക്കൊരു ഹോപ്പ് ഉണ്ടല്ലോ. അത് വരുമ്പോൾ വരട്ടെ, വന്നില്ലെങ്കിൽ ദാറ്റ്സ് ഫൈൻ. എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയല്ല. ആള് വരട്ടെ. ഇപ്പം ഞാൻ കാര്യം ചോദിക്കട്ടെ, അപ്പോൾ നിന്നെപ്പോലെ ഈ പറയുന്ന പോലെ ഒരു പ്യുവർ ഫോം ഓഫ് ലവ് ആഗ്രഹിക്കുന്ന ഒരു സമയം കളയല്ലേ? ആഗ്രഹിക്കുന്നവർ സമയം കളയാം. അതെന്തിനാ? കല്യാണം കഴിച്ചില്ലെങ്കിൽ സമയം പോവും, അല്ലെങ്കിൽ പ്രേമിച്ചില്ലെങ്കിൽ സമയം പോവും. വേറെ എത്രയോ കാര്യങ്ങളുണ്ട്. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊഫഷനെ സ്നേഹിക്കാം. എൻ്റെ ലവ് വരുന്നവരെ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ആൾ വരുന്നവരെ ഞാൻ പോവും. പ്രൊഫഷനെ സ്നേഹിക്കുന്ന മറ്റു കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി, അതൊക്കെ. നമ്മളിപ്പോൾ ഒരു വ്യക്തിനെ സ്നേഹിക്കുന്നതിനെ പറ്റിയിട്ടാണ് സംസാരിച്ച് തുടങ്ങിയെങ്കിൽ ഈ ഫാൻറ്റസി എല്ലാം മാറ്റി നിർത്തിയിട്ട് റിയലിസ്റ്റിക് ആയിട്ട് നിനക്ക് ഒരു പ്രണയത്തെ പറ്റിയിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് പറ. അതാ ചേട്ടാ ഞാൻ പറഞ്ഞ എൻ്റെ മൈൻഡിൽ എനിക്ക് വേണ്ട ലവ് ഇതാ. ഇപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ വരുന്ന ഒരാൾ ഇങ്ങനെയല്ല. മേ ബി ആൾ ആദ്യം കുറച്ച് എക്സാജറേറ്റ്, അറിയാമല്ലോ, ലവിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് 2-3 മാസം 4 മാസമൊക്കെ ഭയങ്കര എക്സാജറേഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ ആളെ അക്സെപ്റ്റ് ചെയ്ത് പിന്നീട് ആൾ മാറിയില്ല, അങ്ങനെ തന്നെ കണ്ടിന്യൂസ്ലി പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം. ഇനി അങ്ങനെ എല്ലാ ആൾക്ക് ചേഞ്ച് വരികയാണ്, മനുഷ്യന്മാരാണ്, മാറും. അപ്പോൾ ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആളെ ഇട്ടിട്ട് ഓടിപ്പോവില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ അമ്മയുടെ സ്നേഹം കണ്ട് പഠിച്ച ആളാണ്. അമ്മയുടെ സ്നേഹം അല്ലല്ലോ പാർട്ട്ണറുടെ സ്നേഹം. ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നത് അല്ല, അങ്ങനെ സ്നേഹം നിനക്ക് കിട്ടില്ല എന്നാണ്. കിട്ടില്ല, നീ തന്നെ പറഞ്ഞു 98% കിട്ടില്ല. എനിക്ക് സ്നേഹിക്കാൻ അറിയാം. നിനക്ക് നിന്റെ സ്നേഹമല്ല, ലൈക്ക് എനിക്ക് നിൽക്കാൻ അറിയോ? നീ നിന്നോ. പക്ഷെ നിനക്ക് അങ്ങനെ ഒരു പാർട്ട്ണറെ കിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. 98% നീ പറഞ്ഞ കണക്കാണത്. ഓക്കെ, എനിക്ക് കിട്ടണം എന്ന് എനിക്ക് നിർബന്ധമില്ല. എനിക്ക് അങ്ങനത്തെ പാർട്ട്ണറെ കിട്ടണമെന്ന് എനിക്ക് നിർബന്ധമില്ല. കിട്ടിയാൽ എനിക്ക് സന്തോഷം. ഞാൻ മാക്സിമം വെയിറ്റ് ചെയ്യും. നീ ഇപ്പൊ പറഞ്ഞത് അങ്ങനെ ഒരു പാർട്ട്ണർ നിനക്ക് ഫ്യൂച്ചറിൽ ആ പാർട്ട്ണർ മാറിയാലും നിനക്ക് അത് നീ ഓടിപ്പോവില്ല. എന്തുകൊണ്ട്? അപ്പൊ എന്ത് ടോക്സിസിറ്റി എടുക്കാൻ തയ്യാറാണ്? എന്ത് ടോക്സിസിറ്റി എടുക്കാൻ തയ്യാറാണ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് ഞാൻ എവിടെ പറഞ്ഞത്? എന്ത് ടോക്സിസിറ്റി ഞാൻ എടുക്കില്ല. ദേഹോപദ്രവം ഞാൻ സഹിക്കില്ല, അതൊക്കെ ഞാൻ ഓടിപ്പോവും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ലൈക്ക് ആൾക്ക് മിസ്റ്റേക്സ് എല്ലാ മനുഷ്യന്മാർക്കും പറ്റും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിച്ച് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എനിക്ക് അവിടെ സ്റ്റേ ചെയ്തുകൂടെ? ഞാൻ ഇതിന് ഓടിപ്പോണം. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലോ? എത്ര ഞാൻ ശ്രമിച്ചിട്ടും ആള് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ബായി പറഞ്ഞു പോകും. അതല്ല, ആള് മാറുന്നുണ്ട്, ആള് ചേഞ്ച് ചെയ്യാൻ റെഡിയാണ്,
ആള് നമ്മുടെ കൂടെ രണ്ടുപേരും കൂടെ ഉള്ള ഒരു ജേണി ആണല്ലോ ഈ ലവ് എന്ന് അപ്പൊ പറഞ്ഞത്. നീ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നീ എന്റെ പോയിന്റിനോട് ചേർന്ന് നിൽക്കുന്നു. അതെങ്ങനെ നിങ്ങളുടെ point of view നീ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നീ പറയുന്നതല്ലേ ഞാൻ പറഞ്ഞ പോയിന്റ് ഓഫ് വ്യൂവില് ലവ് ഇതാണ്. എന്റെ ആഗ്രഹം ഇത്, ഇങ്ങനെ ഒരു ലവ് എനിക്ക് വേണം. ഞാനൊരു കാര്യം പറയട്ടെ, നീ ഫാന്റസിന്ന് തുടങ്ങി ഇപ്പൊ നീ വന്ന് നിൽക്കുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിലേക്കാണ്. റിയലിസ്റ്റിക് ഞാൻ എപ്പോഴും സ്നേഹിക്കുന്ന ഫാന്റസി ലോകത്ത് ഫാന്റസി മാറ്റി വെക്കോ, റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രണയം പറയും. റിയലിസ്റ്റിക് സ്നേഹിക്കുന്ന ഫാന്റസി ആണോ? അല്ല, അമ്മയുടെ പ്രണയം ഒരിക്കലും ഒരു പാർട്ണർഷിപ്പിൽ കിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് എന്തുകൊണ്ട് കിട്ടില്ല? കിട്ടില്ല. ആര് പറഞ്ഞു? നീ പറഞ്ഞു 98% കിട്ടില്ല. നീ പറഞ്ഞു ബാക്കി 2% വേണ്ടി കാണുന്നുണ്ട് കേട്ടോ. നീ വന്ന് കണ്ടോ, പക്ഷെ കിട്ടില്ല എന്ന് വെച്ചാൽ ലോട്ടറി അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തോളൂ. ലോട്ടറി അടിക്കുന്നവരുണ്ടോ? 2%. 2% അതിനും കൂടുതലൊക്കെ അടിക്കുന്നുണ്ട്. അല്ല, നീ പറഞ്ഞ കണക്ക് 2% ലോട്ടറി അടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നീ പറഞ്ഞ കണക്കാണ് ആ 2%. ശരി, 2%. 2%. അതിലൊരു 0.5% എനിക്കുള്ളതാണെങ്കിലോ ഞാൻ ഇത്രയും ആഗ്രഹിക്കുമ്പോ യൂണിവേഴ്സ് എനിക്ക് തരാതിരിക്കോ? തരില്ല. തരില്ല. പിന്നെ യൂണിവേഴ്സിനെ നമ്പിയിരിക്കുക. യൂണിവേഴ്സ് നമ്മാതിരിക്കാൻ പറ്റില്ലേ? നമ്മുടെ ആവശ്യമില്ല. അതും വ്യത്യാസമാണ്. അത് അതെന്റെ വിശ്വാസമല്ല. എന്റെ വിശ്വാസം നിങ്ങൾ എന്തിനാ ചോദ്യം ചെയ്യുന്നേ? എന്റെ വിശ്വാസം ഇട്ടിരുന്നോട്ടെ, പക്ഷെ നീ പ്രണയത്തെ പറ്റിയിട്ട് സംസാരിച്ചപ്പോ നീ ഫാന്റസിന്ന് തുടങ്ങി റിയലിസ്റ്റിക് കാര്യത്തിലേക്ക് നീ എന്റെ പോയിന്റിലേക്കാണ് വന്നത്. റിയലിസ്റ്റിക് ഞാൻ പറയുന്നത് അയാൾ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഓക്കെ അല്ലെങ്കിലും ഞാൻ അതിൽ ഓക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ ടോക്സിസിറ്റി എടുക്കാൻ നീ തയ്യാറാണ്. എങ്ങനെ ഞാൻ എന്ത് ടോക്സിസിറ്റി എടുക്കുന്നേ? എങ്ങനെ അയാൾ ചേഞ്ച് ആവുന്നുണ്ട്. അയാൾ എന്നെയും കൂടെ പരിഗണിക്കുന്നത്. ചേഞ്ച് ആവുന്നില്ലെങ്കിലും നീ എടുക്കാൻ അയാൾ തന്നെ എന്നെ പേടിച്ച് ഓടിക്കോളും. അതാണ് എന്റെ ഒരു സ്വഭാവം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ പോലെ ഈ റിയലിസ്റ്റിക് ആയിട്ട് നീ ഫാന്റസിയും തുടങ്ങി റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിലേക്ക് എത്തിയെന്ന് പറയാം. അത് നീ സമ്മതിച്ച എവിടെ നീ പോയിന്റ് ചേഞ്ച് ചെയ്തു. അത് നീ സമ്മതിച്ച തർക്കം തീർന്നു. ചുമ്മാ എന്തും പറയല്ലേ, എന്തും പറഞ്ഞ കൊഞ്ഞനും കുത്തല്ല. ഞാൻ എപ്പോഴും എന്റെ പോയിന്റിൽ നിന്ന് മാറിയോ? ഞാൻ എന്റെ പോയിന്റിൽ നിന്ന് മാറിയോ? നീയാണ് നിങ്ങൾ നിങ്ങളുടെ പോയിന്റ് കറക്റ്റ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നോട് തർക്കിക്കാൻ വേണ്ടി മാത്രമില്ല. ഇല്ല, ഞാൻ എന്റെ പോയിന്റ് ആദ്യം പറഞ്ഞു കഴിഞ്ഞു. റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രണയമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് ഞാൻ. ശരി, അത് എന്റെ ആഗ്രഹം കുറച്ച് അൺറിയലിസ്റ്റിക് ആണ്. അതിന്റെ ആഗ്രഹമായിട്ടിരുന്നോട്ടെ, പക്ഷെ റിയലിസ്റ്റിക്കലി അത് പോസിബിൾ അല്ല എന്ന് ഞാൻ പറഞ്ഞു. അത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, അംഗീകരിക്കുന്നില്ല. ചിലപ്പോ കിട്ടിയാലോ? എൻ്റെ പേര് മഹാബലി. പണ്ട് ഈ നാട് ഭരിച്ചിരുന്ന ഒരു മഹാരാജാവാണ്. കുറേ നേരമായിട്ട് ഞാൻ ഇവിടെ വന്നു, നിങ്ങളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്നെ കണ്ടില്ല. നിങ്ങൾ വേറെന്തോ വലിയ കാര്യം ചർച്ചയിലാണെന്ന് എനിക്ക് മനസ്സിലായി. പ്രണയത്തെക്കുറിച്ചാണ്, സ്നേഹത്തെക്കുറിച്ചാണ് ചർച്ചയെന്നും ചെറുതായിട്ട് മനസ്സിലായി. ഞങ്ങളുടെ കാലത്തുള്ള പ്രണയവും ഈ കാലത്തുള്ള പ്രണയവും വളരെ വ്യത്യാസമുണ്ട്. എനിക്ക് നിങ്ങളുടെ ഭാഷയും മനസ്സിലാവുന്നില്ല, നിങ്ങളുടെ ചർച്ചയും മനസ്സിലായിട്ടില്ല. ഞാൻ ഇതുവഴി വന്നിട്ടുമില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. രണ്ടുപേർക്കും ഹാപ്പി ഓണം. തുടങ്ങിക്കോ. അപ്പോഴേ നീ ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ പറയട്ടെ, അപ്പൊ ഈ പ്രണയം റിയലിസ്റ്റിക് ആവണോ ഫാന്റസി ആവണോ നമ്മൾ തൽക്കാലം നിൽക്കട്ടെ. തൽക്കാലം ഞങ്ങൾ ഇത്ര നേരം സഹിച്ചതിന്, ഞങ്ങളുടെ ഫിലോസഫി ഇത്ര നേരം കേട്ടതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എൻ്റെ പേര് ജിതിൻ. എൻ്റെ പേര് മിലൻ സാൻഡ്ര. ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇനിയും കോണ്ടന്റ്സ് ആയിട്ട് വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സോ എല്ലാവർക്കും ഹാപ്പി ഓണം.